പ്രൈസ് ദി ലോർഡ്. കർത്താവിനെ ആരാധിക്കാനായി മുട്ടുമേൽ നിന്ന് നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് ഈശോയെ ക്ഷണിച്ചുകൊണ്ട് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. സമാരാധനേ ആരിലും ഉന്നതനായവനേ, ആരാധിക്കും നിതാ നിന്നെ ഞങ്ങൾ ആയുസ്സിൻ നാളുകളെല്ലാം. ഒരുമിച്ച് പാടാം. ആരാധനേ സമാരാധനേ ആരിലും ഉന്നതനായവനേ, ആരാധിക്കും നിതാ നിന്നെ ഞങ്ങൾ ആയുസ്സിൻ നാളുകളെല്ലാം. കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ആയുസ്സുള്ള നാള് മുഴുവൻ നമുക്ക് നമ്മുടെ കർത്താവിനെ ആരാധിക്കാം. സ്നേഹത്തോടെ അവിടുത്തെ കണ്ടുകൊണ്ട് ജീവിതത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് കർത്താവിനെ ആരാധിക്കാം. എന്റെ രോഗക്കീടക്കയതിൽ എന്റെ സൗഖ്യപ്രദായകനേ, എന്റെ പാപസംഹാരകനേ, എന്റെ സർവവും നീ മാത്രമേ. എന്റെ രോഗക്കീടക്കയതിൽ എന്റെ സൗഖ്യപ്രദായകനേ, എന്റെ പാപസംഹാരകനേ, എന്റെ സർവവും നീ മാത്രമേ. ആരാധിക്കാം കർത്താവിനെ. ആരാധനേ സമാരാധനേ ആരിലും ഉന്നതനായവനേ, ആരാധിക്കും നിതാ നിന്നെ ഞങ്ങൾ ആയുസ്സിൻ നാളുകളെല്ലാം. ആരാധനേ സമാരാധനേ ആരിലും ഉന്നതനായവനേ, ആരാധിക്കും നിതാ നിന്നെ ഞങ്ങൾ ആയുസ്സിൻ നാളുകളെല്ലാം. ആരാധന ആരാധിക്കാം. ഒന്ന് കരങ്ങൾ തുറന്ന് പിടിച്ച് ആരാധിക്കാം. ആരാധന യേശുവേ, സന്തോഷത്തോടെ നമുക്ക് ആരാധിക്കാം. ആരാധന യേശുവേ, ആരാധന യേശുവേ, നമ്മുടെ ദൈവത്തെ ആരാധിക്കാം. ആരാധന യേശുവേ, ആരാധന യേശുവേ. നമ്മുടെ ഭവനത്തിൽ ദൈവാരാധന വരാൻ വേണ്ടി കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ദൈവമേ, ഓ നല്ല യേശുവേ, ഞങ്ങൾ നിന്നെ വിളിച്ചാൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനും എൻ്റെ കുടുംബവും എൻ്റെ കർത്താവിനെ ആരാധിക്കുന്നു. ഞാനും എൻ്റെ പ്രിയപ്പെട്ടവരും എൻ്റെ ദൈവത്തെ ആരാധിക്കുന്നു. ഞാനും എൻ്റെ കുടുംബവും എൻ്റെ ദൈവത്തെ ആരാധിക്കുന്നു. ഓ കർത്താവേ, ഞങ്ങളെ അഭിമാനത്തോടെ ആരാധിക്കുന്നു. ഞങ്ങളെ സന്തോഷത്തോടെ ആരാധിക്കുന്നു കർത്താവേ. ഈ വേദനയുടെ നാളുകളിൽ ഞങ്ങളെ ആരാധിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, 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 യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം മഹത്വം പിതാവേ, ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു. ആരാധന 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 ആരാധന. കണ്ണുകൾ തുറന്ന് ഈശോയെ നമുക്ക് കാണാം. ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. ഇരുട്ടിൽ കഴിഞ്ഞ ജനം വലിയൊരു വെളിച്ചം കണ്ടു. അവിടുന്ന് പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല. അവനെ നോക്കിയവരെല്ലാം പ്രകാശിതരായി തീർന്നു.
ക്രിസ്തുവിനെ നോക്കിയവരെല്ലാം പ്രകാശിതരായി തീർന്നു. കാരണം അവിടുന്ന് ലോകത്തിന്റെ പ്രകാശമാണ്. ക്രിസ്തു ലോകത്തിന്റെ പ്രകാശം, യേശു നിത്യപ്രകാശം. അവിടുത്തെ കണ്ണുകൾ സൂര്യനേക്കാൾ 10,000 മടങ്ങ് പ്രകാശമുള്ള കണ്ണുകൾ, എല്ലാം കാണുന്ന കണ്ണുകൾ, എല്ലാം അറിയുന്ന കണ്ണുകൾ. കർത്താവിനെ കാണാൻ നമുക്ക്, അവനെ നോക്കിയവരെല്ലാം പ്രകാശിതരായി തീർന്നു. ഈ കൂരിരുട്ടിന്റെ നാളുകളിൽ, ഇരുളടഞ്ഞ ഈ നാളുകളിൽ, എവിടെയും അന്ധകാരം മാത്രം നിറഞ്ഞു നിൽക്കുന്ന ഈ നാളുകളിൽ, അന്ധകാരത്തിന്റെ വാക്കുകൾ മാത്രം കേൾക്കുന്ന ഈ നാളുകളിൽ നമുക്ക് ലോകത്തിന്റെ പ്രകാശമായ ക്രിസ്തുവിനെ നോക്കാം. അവിടുന്നാണ് പ്രകാശം. അവിടുത്തെ നോക്കിയവരെല്ലാം പ്രകാശിതരാകുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം പ്രകാശമായി തീരണമെങ്കിൽ ക്രിസ്തുവിനെ നോക്കണം. നമുക്ക് കർത്താവിനെ നോക്കാം, വിശ്വാസത്തിൽ നോക്കാം, വലിയ പ്രതീക്ഷയോടെ നോക്കാം, വലിയ സ്നേഹത്തോടെ നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ ലാസറിന്റെ ഭവനത്തിലേക്ക് ഈശോ കടന്നു ചെല്ലുമ്പോൾ ദുഃഖിച്ച് തളർന്ന് വേദനിക്കുന്ന ലാസറിന്റെ സഹോദരിമാർ അവനെ കണ്ടപ്പോൾ മർത്ത വിളിച്ചു പറഞ്ഞു, കർത്താവേ, കർത്താവേ, അങ്ങ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. കർത്താവേ, അങ്ങ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. പ്രിയമുള്ളവരെ, പല ദുരിതത്തിനും പിന്നിലും ദൈവം ഇല്ല എന്നുള്ളതാണ് കാരണം. കുടുംബത്തിൽ, ജീവിതത്തിൽ ദൈവത്തിന് സ്ഥാനമില്ലെന്നുള്ളതാണ് കാരണം. അതിനാൽ നമുക്കിന്ന് ഇപ്പോൾ സൗഖ്യത്തിൻ്റെ ഈ നിമിഷങ്ങളിൽ അവനെ കണ്ടെത്താൻ പറ്റുന്ന ഇപ്പോൾ തന്നെ നമുക്ക് അവിടുത്തെ അന്വേഷിക്കാം. വലതുകരം അവിടുത്തെ സന്നിധിയിലേക്ക് നീട്ടിപ്പിടിക്കാം. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ഇപ്പോൾ നമ്മുടെ ഭവനത്തിലുണ്ട്. നിന്റെ കൈയെത്തുന്ന ദൂരത്തിൽ നിന്റെ ദൈവമുണ്ട്, നിന്റെ രക്ഷകനുണ്ട്, നിന്റെ കർത്താവുണ്ട്. നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവം, നിന്നെ പരിപാലിക്കുന്ന ദൈവം, നിന്നെ സുഖപ്പെടുത്തുന്ന ദൈവം. നമുക്കറിയാം, ലോകം മുഴുവൻ കൊറോണ വൈറസ് COVID-19 എന്ന മഹാമാരിയിലൂടെ, വേദനയിലൂടെ കടന്നു പോകുന്നു. അന്ധകാരത്തിന്റെ നാളുകൾ, പ്രാണവായുവിന് വേണ്ടി പോലും മനുഷ്യമക്കൾ പിടയുന്ന നാളുകൾ. ഹോസ്പിറ്റലുകൾ നിറഞ്ഞു കവിഞ്ഞു, ICU ഇല്ല, വെന്റിലേറ്റർ ഇല്ല. തെരുവീതിയിൽ പോലും മനുഷ്യമക്കൾ മരിച്ചു വീഴുന്ന ഈ നാളുകളിൽ പ്രിയമുള്ളവരെ, എനിക്കും നിനക്കും പ്രതീക്ഷിക്കാൻ, പ്രത്യാശ വയ്ക്കാൻ, വിളിച്ചപേക്ഷിക്കാൻ ഒരു ദൈവമുണ്ട്. അവന്റെ പേര് യേശു എന്നാണ്. വലുതേരം നമുക്ക് ഒരു നിമിഷം ഉയർത്തി ആ കർത്താവിനെ എന്നിലേക്ക് സമർപ്പിക്കാം. കർത്താവേ, അങ്ങ് എന്റെ ഭവനത്തിലുള്ളതിനാൽ ഇപ്പോൾ എന്നെ അനുഗ്രഹിക്കണമേ. എന്റെ കുടുംബത്തിന്റെ പ്രഥമ സ്ഥാനത്ത് ഞാൻ അങ്ങയെ സ്വീകരിക്കുന്നു. എന്റെ കുടുംബത്തിന്റെ കർത്താവായി, എന്റെ കുടുംബത്തിന്റെ ദൈവമായി, എന്റെ ജീവിതത്തിന്റെ കേന്ദ്രമായി, എന്റെ പിതാവായി യേശുവേ ഞാൻ അങ്ങയെ സ്വീകരിക്കുന്നു. എന്റെ കുടുംബത്തിൽ അവിടുന്ന് കടന്നു വന്ന് എന്റെ കുടുംബത്തിന്റെ പ്രഥമ സ്ഥാനത്ത് വീഴ്ചയായി ഇപ്പോൾ എന്നെ, എന്റെ ജീവിത പങ്കാളിയെ, എന്റെ മക്കളെ, എന്റെ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമേ, തൊടണമേ, സുഖപ്പെടുത്തണമേ. രണ്ട് കരങ്ങളും ഉയർത്തി ജീവിക്കുന്ന ദൈവത്തോട് പ്രിയമുള്ളവരെ, ജീവനോടെ വലിയ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. ഇപ്പോൾ നിന്റെ ദൈവം നിന്നെ ചേർത്ത് പിടിച്ച് അനുഗ്രഹിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിളിക്കാം യേശുവേ, യേശുവേ. എല്ലാ അധരങ്ങളും വിളിക്കാം അവിടുത്തെ നാമം, യേശു എന്ന നാമം. ഈശോയേ, രക്ഷകന്റെ നാമമാണല്ലോ യേശു. കർത്താവേ, വിളിക്കുന്നു ഞങ്ങൾ. വേദനയോടെ വിളിക്കുന്നു കർത്താവേ, തകർന്ന ഹൃദയത്തോടെ വിളിക്കുന്നു കർത്താവേ. രക്ഷിക്കാൻ വേറെ ആരുമില്ല കർത്താവേ. ഞങ്ങൾക്ക് വിളിച്ചപേക്ഷിക്കാൻ മറ്റാരുമില്ല ദൈവമേ. ഈശോ, എന്റെ ഈശോ, എന്റെ യേശുവേ, എന്റെ കർത്താവേ, എന്റെ ദൈവമേ, എന്റെ കുടുംബത്തിന് നാഥനായി വരണമേ. എന്റെ കുടുംബത്തിന് ദൈവമായി കടന്നു വരണമേ. എന്റെ സൗഖ്യമായി കടന്നു വരണമേ കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധിക്കാം കർത്താവിനെ, സ്വരമുയർത്തി ആരാധിക്കാം. നീ നിന്റെ കുടുംബവും, നീ നിന്റെ മക്കളും നിന്റെ ദൈവത്തെ ആരാധിക്കാം. യേശുവേ, 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 എന്റെ കർത്താവേ, എന്റെ യേശുവേ, എന്റെ ദൈവമേ, എന്റെ രക്ഷക. ഞങ്ങളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ.
പുകഴ്ചയും അർഹിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പിതാവായി എൻ രക്ഷയായി എൻ സൗഖ്യമായി നീ വരേണമേ. എൻ പിതാവായി എൻ രക്ഷയായി എൻ സൗഖ്യമായി നീ വരേണമേ. യേശുവേ രക്ഷക സൗഖ്യമേ വരേണമേ. യേശുവേ രക്ഷക സൗഖ്യമേ വിളിക്കാം ഭവനത്തിലേക്ക്, ജീവിതത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അവൻ വരുന്നത് രക്ഷകനായിട്ടാണ്, സൗഖ്യമായിട്ടാണ്, വിടുതലായിട്ടാണ്. യേശുവേ രക്ഷക സൗഖ്യമേ വരേണമേ. യേശുവേ രക്ഷക സൗഖ്യമേ വരേണമേ. ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി പരിശുദ്ധനായ ദൈവത്തിന്റെ പക്കലേക്ക് നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണമായും സമർപ്പിച്ച് സൗഖ്യപ്പെടുത്തുവാൻ കഴിവുള്ളൊരു ദൈവം, അവന്റെ മുൻപിലാണ് നമ്മ ഓരോരുത്തരും ഇപ്പോൾ ആയിരിക്കുന്നത്. അവൻ മരിച്ചു മൺമറഞ്ഞു പോയൊരു ദൈവമല്ല, വീണ്ടും ജീവിക്കുന്ന, എനിക്കും നിനക്കും വേണ്ടി ജീവിക്കുന്ന നമ്മുടെ കർത്താവിനെയാണ് നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവന്റെ പക്കലേക്ക് ജീവിതത്തെ ഉയർത്തി, ജീവിതത്തെ സമർപ്പിച്ച്, കുടുംബത്തെ സമർപ്പിച്ച്, സാഹചര്യങ്ങളെ സമർപ്പിച്ച് യേശുവേ എന്ന് വിളിച്ച് ആരാധിക്കാമോ? എന്റെ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഓ നല്ല ദൈവമേ, സ്തുതിക്കുന്ന കർത്താവേ, നീ വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു, 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 യേശു. പ്രിയ ദൈവജനമേ, ഈ ആരാധനയിൽ പങ്കുകൊള്ളുമ്പോൾ ഒരുപക്ഷെ നിന്റെ ജീവിതം ഇന്ന് ഒത്തിരിയേറെ വേദനകളിലൂടെ കടന്നു പോകുന്നതായിരിക്കാം. ഒരുപക്ഷെ നീ കോവിഡ് ബാധിതനായി കിടക്കയിലായിരിക്കുന്ന വ്യക്തിയായിരിക്കാം. ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്വാറന്റീൻ കേന്ദ്രങ്ങളിലോ സ്വന്തം ഭവനത്തിലോ ആയിരിക്കാം നീ ഇപ്പോൾ. പ്രിയ ദൈവജനമേ, നിന്റെ ജീവനും ജീവിതവും എല്ലാം ഈശോയുടെ പക്കലേക്ക് കൊടുക്കുക. അവൻ മാത്രമാണ് നമ്മെ സുഖപ്പെടുത്തുന്ന ദൈവം. ദൈവത്തിൻ്റെ നാമത്തേക്കാൾ ഉപരിയായ മറ്റൊരു നാമവും ഈ ഭൂമിയിൽ നമുക്ക് വേണ്ടി നൽകപ്പെട്ടിട്ടില്ല. യേശു എന്ന നാമമല്ലാതെ മറ്റൊരു നാമവും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ടിട്ടില്ല. അതിനാൽ പ്രിയ ദൈവ പൈതലേ, നീ തിരിച്ചറിയുക, നമ്മുടെ യേശുവിന് നമ്മെ സുഖപ്പെടുത്തുവാൻ സാധിക്കും. ഈ മഹാമാരിയുടെ കാലഘട്ടത്തിലും, ഈ വേദനയുടെ നാളുകളിലും, ഈ മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലും നിന്റെ കരം പിടിച്ച് നിന്നെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ, നിന്നെ ജീവനിലേക്ക് കൊണ്ടുവരുവാൻ നമ്മുടെ ദൈവത്തിന് സാധിക്കും. അതേ പ്രിയപ്പെട്ടവരെ, അവൻ കടന്നുപോയ ഇസ്രയേലിന്റെ തെരുവോരങ്ങളിലൂടെ അനേകർ അവനെ കാണുവാൻ തടിച്ചുകൂടിയപ്പോൾ, അനേകം രോഗികൾ അവന്റെ ശബ്ദം കേട്ട് അരികിലേക്ക് കടന്നു വന്നപ്പോൾ അവൻ അവരെ എല്ലാം ഒന്ന് നോക്കി. അവൻ ആരുടെയൊക്കെ അരികിലേക്ക് കടന്നു ചെന്നുവോ അവരെല്ലാം സുഖം പ്രാപിച്ചിട്ടുണ്ട്. എന്റെ ഈശോയെ എന്ന് ആരെല്ലാം നിലവിളിച്ചുവോ, ആരെല്ലാം കണ്ണുനീരോടെ യേശുവേ എന്ന് വിളിച്ചുവോ, നസ്രായനായ യേശുവേ എന്നിൽ കനിയണമേ എന്ന് പ്രാർത്ഥിച്ചുവോ, അവരുടെ എല്ലാം ജീവിതത്തിൽ യേശു ഇടപെട്ടിട്ടുണ്ട്. പ്രിയ ദൈവജനമേ, നിന്റെ ജീവിതം ഇപ്പോൾ യേശുവിനായി സമർപ്പിക്കുക. ഈ കോവിഡ് രോഗത്തിന്റെ പ്രതിസന്ധിയിൽ നിന്നും നിന്നെ വിടുവിക്കുവാൻ നസ്രായനായ യേശു ക്രിസ്തുവിന് സാധിക്കും. അവനിൽ വിശ്വസിക്കുക, അവനെ ആരാധിക്കുക. ഇരു കരങ്ങളും ഉയർത്തി യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങളെ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, സൗഖ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 പ്രാർത്ഥിക്കുന്നു. യേശുവേ, സുഖപ്പെടുത്തണമേ കർത്താവേ, എന്നെ തൊടണമേ കർത്താവേ, എന്നെ തൊടണമേ കർത്താവേ, എന്റെ പ്രിയപ്പെട്ടവരെ തൊടണമേ കർത്താവേ, കർത്താവേ, പ്രാണവേദനയാൽ വേദനിക്കുന്നവരെ തൊടണമേ കർത്താവേ, സൗഖ്യം ആവശ്യമുള്ള മക്കളെ തൊടണമേ കർത്താവേ, ഭയത്തിൽ കഴിയുന്നവരെ തൊടണമേ കർത്താവേ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
ജെറമിയായുടെ പുസ്തകം 31-ാം അധ്യായം അതിൽ 9-ാം തിരുവചനത്തിൽ നാം വായിക്കുന്നു, കണ്ണീരോടെയാണ് അവർ വരുന്നത്, എന്നാൽ ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും. ഞാൻ അവരെ നീരൊഴുക്കുകളിലേക്ക് നയിക്കും. അവരുടെ വഴി സുഖമമായിരിക്കും, അവർക്ക് കാലിടറുകയില്ല. എന്തെന്നാൽ ഞാൻ ഇസ്രായേലിന് ദൈവമാണ്. അതേ പ്രിയപ്പെട്ടവരെ, അവൻ പറയുന്നു, കണ്ണീരോടെയാണ് അവർ വരുന്നത്. തൻ്റെ മക്കളെ നോക്കി യേശു ഇപ്പോൾ നമ്മെ നോക്കി പറയുന്നു, കണ്ണുനീരോടെയാണ് എൻ്റെ ജനം വരുന്നത്. ഞാൻ അവരെ നീരൊഴുക്കുകളിലേക്ക് നയിക്കും, ഞാൻ അവരെ ആശ്വസിപ്പിക്കും, ഞാൻ അവരുടെ കണ്ണുനീർ തുള്ളികൾ തുടയ്ക്കും. അതേ പ്രിയപ്പെട്ടവരെ, നിലവിളിച്ചു പ്രാർത്ഥിക്കുന്നവന്റെ മേൽ സ്വർഗം തുറന്ന് അനുഗ്രഹം വർഷിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ലോകം മുഴുവൻ ഈ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ, മനുഷ്യർ നമ്മുടെ മുൻപിൽ മരണമടഞ്ഞു വീഴുമ്പോൾ, അനേകര് ചികിത്സ കിട്ടാതെ മരിച്ചു വീഴുമ്പോൾ, അനേകര് ഭവനങ്ങളിൽ രോഗികളായി കഴിയുമ്പോൾ, ഞാനും നിങ്ങളും ഒരുപക്ഷെ ഭയത്തിന്റെ അടിമത്തത്തിലൂടെ കടന്നു പോകുന്നുണ്ടാവാം. എൻ്റെ ജീവനും മരണത്തിലേക്ക് കടന്നു പോകുമോ, ഞാനും മരിച്ചു പോകുമോ എന്നുള്ള ഭയം ഇന്ന് അനേകരെ പിടികൂടിയിരിക്കുന്നു. പ്രിയ ദൈവ പൈതലേ, നിന്റെ യേശു നിന്നെ സുഖപ്പെടുത്തുന്ന ദൈവമാണ്. അവന്റെ പക്കലേക്ക് നിന്റെ ജീവിതം ഒന്ന് സമർപ്പിക്കാമോ? യേശുവേ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കാമോ? ഒരിക്കൽ കൂടി കരമുയർത്തി യേശുവിനെ കണ്ടുകൊണ്ട് ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധിക്കുന്നു യേശുവേ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കുന്നു. ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവൻ വിടുതലിന്റെ ദൈവമാണ്, അവൻ സൗഖ്യത്തിന്റെ ദൈവമാണ്, അവൻ കൃപയുടെ ദൈവമാണ്, അവൻ നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ഹല 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 ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങെപ്പോലെ ആരുമില്ല, അങ്ങെപ്പോലെ ആരുമില്ല. യേശുവിനെ പോലെ യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങെപ്പോലെ ആരുമില്ല, അങ്ങെപ്പോലെ ആരുമില്ല. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങെപ്പോലെ ആരുമില്ല, അങ്ങെപ്പോലെ ആരുമില്ല. നമ്മുടെ കർത്താവ് അനേക തവണ നമ്മോട് ഇപ്രകാരം പറഞ്ഞു, ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. അവിടുന്ന് പറഞ്ഞു, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. കർത്താവ് പറയാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടാതിരിക്കാനുള്ള ഒറ്റ കാരണം ഇത് മാത്രമാണ്, നിന്റെ ദൈവം, എന്റെ ദൈവം എന്റെ കൂടെയുണ്ട്. വാക്ക് മാറ്റാത്തൊരു ദൈവം, വാക്ക് പാലിക്കുന്ന ഒരു ദൈവം, ജീവിച്ചിരിക്കുന്ന ദൈവം. പ്രിയമുള്ളവരെ, ലോകം മുഴുവൻ വലിയ ഭയത്തിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവിന്റെ വാക്കുകൾ ഓർക്കാം, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. കർത്താവേ, ലോക രാജ്യങ്ങളെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കോവിഡ് മൂലം നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ രാജ്യങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവെ, പ്രത്യേകമായ രീതിയിൽ ഞങ്ങളുടെ മാതൃരാജ്യത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങൾ വചനത്തിൽ വായിക്കുന്നു, മറ്റാരിലും രക്ഷയില്ല, മറ്റാരിലും രക്ഷയില്ല. ആകാശത്തിന് കീഴിൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. കർത്താവെ, അവിടുത്തെ വചനം ഞങ്ങൾ ഓർക്കുന്നു. അപ്പോസ്തല പ്രവർത്തനം 4-ാം അധ്യായം 12-ാം തിരുവചനം, മറ്റാരിലും രക്ഷയില്ല, ആകാശത്തിന് കീഴിൽ നമ്മുടെ ഇടയിൽ മനുഷ്യ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമം നൽകപ്പെട്ടിട്ടില്ല. കർത്താവെ, ലോകത്തിന് രക്ഷയ്ക്ക് വേണ്ടി നൽകിയ ഏക നാമം യേശുവേ, അവിടുത്തെ നാമമാണല്ലോ. ഓ യേശുവേ, ആ നാമത്തിൽ ഞങ്ങൾ ആശ്വാസം കണ്ടെത്തുന്നു, ആ നാമത്തിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു, ആ നാമത്തിന് മുമ്പിലേക്ക് ഞങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവെ, ആ നാമത്തിന് ശക്തിയാൽ ലോകത്തെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുത്തെ പരിശുദ്ധ നാമത്തിൽ ഞങ്ങളുടെ മാതൃരാജ്യത്തെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പരിശുദ്ധ നാമത്തിൽ, യേശു എന്ന നാമത്തിന് ശക്തിയാൽ ഞങ്ങളുടെ രാജ്യം അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മരണഭയത്തിൽ കഴിയുന്ന
ജനലക്ഷങ്ങളുടെ ഹൃദയത്തിലേക്ക് യേശു എന്ന നാമം എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ നാമത്തിൽ സൗഖ്യമുണ്ടാകട്ടെ. യേശു നാമത്തിൽ ആശ്വാസം ലഭിക്കട്ടെ. കർത്താവ് യേശുവിന്റെ നാമത്തിൽ ഭയം വിട്ടുപോകട്ടെ, തിന്മകൾ വിട്ടുപോകട്ടെ, തിന്മയുടെ സ്വാധീനം വിട്ടുപോകട്ടെ, അന്ധകാരം നീങ്ങിപ്പോട്ടെ. യേശു നാമത്തിൽ ഈ രാജ്യം നിറയട്ടെ. യേശു നാമത്തിൽ ജനകോടികൾ അനുഗ്രഹിക്കപ്പെടട്ടെ. കൊറോണ വൈറസ് യേശു നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. യേശു നാമത്തിൽ സൗഖ്യം ഒഴുകട്ടെ. യേശു നാമത്തിൽ സൗഖ്യം വ്യാപരിക്കട്ടെ. യേശു നാമത്തിൽ സൗഖ്യം വ്യാപരിക്കട്ടെ. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈശോയെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങാണ് സൗഖ്യം നൽകുന്നവൻ, അങ്ങാണ് രക്ഷകൻ. മറ്റാരിലും രക്ഷയില്ല, മറ്റാരിലും രക്ഷയില്ല. കർത്താവേ, അങ്ങേ വിളിക്കുന്നു. ഞങ്ങൾ മക്കൾ അങ്ങേ വിളിക്കുന്നു. അവിടുത്തെ ജനം അങ്ങേ വിളിക്കുന്നു. കർത്താവേ, ഈശോയെ വരാൻ താമസിക്കരുതേ. കർത്താവേ, വരാൻ വൈകരുതേ. കർത്താവേ, സൗഖ്യപ്പെടുത്താൻ വൈകരുതേ. കർത്താവേ, അനുഗ്രഹിക്കാൻ വൈകരുതേ. കർത്താവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ രക്ഷക രക്ഷിക്കണേ, 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 രക്ഷക രക്ഷിക്കണേ. കർത്താവേ, നിന്റെ സന്നിധിയിലേക്ക് രാത്രികളെ പകലുകളാക്കി അധ്വാനിക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട ആരോഗ്യ പ്രവർത്തകരെയും ചേർത്ത് വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വന്തം ജീവിതവും സ്വന്തം കുടുംബവും എല്ലാം മാറ്റിവെച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം പകുത്തു നൽകുന്ന അവരെ നീ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വർഷങ്ങളായുള്ള അവരുടെ അധ്വാനത്തെ നീ കാണണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഊണമുറക്കമില്ലാതെ ഈ രോഗത്തോട് മല്ലടിക്കുന്നവർക്ക് കൂട്ടിരിക്കുന്ന നിന്റെ പ്രിയപ്പെട്ട ജീവിതങ്ങളെ നീ ഇപ്പോൾ ഏറ്റെടുക്കണം. കർത്താവേ, അവരേറെ തളർന്നിട്ടുണ്ട്. അവരിൽ അനേകം പേർ ക്ഷീണിതരായിട്ടുണ്ട്. അവരനേകർ തളർന്നു കഴിയുന്നു. കണ്ണുനീരോടെയാണ് അവർ വരുന്നത്. ദൈവമേ, നീ അവരെ ആശ്വസിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ ഭരണകർത്താക്കളെയും സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരെ നീ ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവസ്നേഹത്താൽ അവരെ നിറയ്ക്കണമേ, പരസ്നേഹത്താൽ അവരെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റുകളെല്ലാം സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിന്റെ കരുണ ഞങ്ങളുടെ ദേശത്തിന്റെ മേൽ, രാജ്യത്തിന്റെ മേൽ, രാഷ്ട്രങ്ങളുടെ മേൽ, ഭൂഖണ്ഡങ്ങളുടെ മേൽ പെയ്തിറങ്ങുവാൻ വേണ്ടി ദൈവമേ, നിന്റെ മക്കളേക്ക് അവരെല്ലാം സമർപ്പിച്ച് എല്ലാ ജീവിതങ്ങളെയും ചേർത്ത് വെച്ച്, എല്ലാ ആരോഗ്യ പ്രവർത്തകരെയും ചേർത്ത് വെച്ച്, ഹോസ്പിറ്റൽ സംവിധാനങ്ങളെ ചേർത്ത് വെച്ച് അവർക്ക് വേണ്ടി കരങ്ങൾ ഉയർത്തി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധിക്കുന്ന ദൈവമേ, ആരാധിക്കുന്ന ആരാധിക്കുന്ന സംരക്ഷിക്കപ്പെടട്ടെ. അവരെ ആശ്വസിപ്പിക്കണമേ, അവരെ ബലപ്പെടുത്തണമേ, സംവിധാനങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അവരെ അഭിഷേകം ചെയ്യണമേ, ജീവൻ നൽകണമേ. എല്ലാ ഡോക്ടർമാരും അനുഗ്രഹിക്കപ്പെടട്ടെ. ആരോഗ്യ പ്രവർത്തകരുടെ കർത്താവിന്റെ ശക്തി ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്തോത്രം, ഈശ്വരാധന, ആരാധന, ആരാധന. കേൾക്കണമേ കർത്താവേ, യാചന നൽകണമേ കർത്താവേ, യാചന നൽകണമേ. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന നൽകണമേ കർത്താവേ, യാചന നൽകണമേ. കർത്താവേ, അങ്ങയുടെ മക്കൾ ജീവിക്കുന്ന ഈ ദേശത്തെ അവിടുത്തെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കേരളത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, കേരളത്തെ അവിടുന്ന് ആശീർവദിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തെ കർത്താവെ അവിടുന്ന് അനുഗ്രഹിച്ച് അനുഗ്രഹമാക്കി മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഭയത്തിൽ നിന്നും
തിന്മയുടെ ആധിപത്യത്തിൽ നിന്നും ഈ ദേശത്തെ അങ്ങ് സംരക്ഷിക്കണമേ കർത്താവേ. ഈ ദേശത്തിൻ്റെ നാഥനായി, ദൈവമായി, കർത്താവായി അവിടുന്ന് വസിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. രോഗപീഠകളെ, രോഗാണുക്കളെ, കൊറോണ വൈറസിനെ ഈ ദേശത്ത് നിന്ന് അവിടുന്ന് നിഷ്കാസനം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ മക്കളുടെ മേൽ അധികാരമില്ലാത്ത രീതിയിൽ, മനുഷ്യമക്കളുടെ ജീവനമേൽ സ്വാധീനമില്ലാത്ത രീതിയിൽ കർത്താവെ അവിടുന്ന് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവിടുന്നാണ് ഞങ്ങളുടെ പ്രതിരോധം, കർത്താവെ അവിടുന്നാണ് ഞങ്ങളുടെ ശക്തി, അവിടുന്നാണ് ഞങ്ങളുടെ ആരോഗ്യം, അവിടുന്നാണ് ഞങ്ങളുടെ ആയുസ്. അതിനാൽ കർത്താവെ ഞങ്ങൾ പൂർണ്ണമായും അവിടുത്തെ കരങ്ങളിൽ അഭയം പ്രാപിക്കുന്നു. ഈ ദേശത്തെ അനുഗ്രഹിക്കണമേ കർത്താവെ. ഞങ്ങളുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും എല്ലാ മന്ത്രിമാരെയും സർക്കാരിനെയും എല്ലാം കർത്താവെ അവിടുന്ന് ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഗവൺമെൻറ് സംവിധാനങ്ങളെയും കർത്താവെ അവിടുന്ന് ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഡോക്ടർമാരെയും എല്ലാ ആരോഗ്യ പ്രവർത്തകരെയും അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിനുവേണ്ടി അധ്വാനിക്കുന്ന സകല വ്യക്തികളെയും കർത്താവെ അവിടുന്ന് ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ നാടിനെ, കേരളത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു നാമത്തിൽ ഈ ദേശം അനുഗ്രഹിക്കപ്പെടട്ടെ. തിന്മയുടെ സ്വാധീനങ്ങൾ നീങ്ങിപ്പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു നാമത്തിൽ എല്ലാ ഹോസ്പിറ്റലുകളും അനുഗ്രഹിക്കപ്പെടട്ടെ, എല്ലാ ഡോക്ടർമാരും അനുഗ്രഹിക്കപ്പെടട്ടെ, എല്ലാ ആരോഗ്യ പ്രവർത്തകരും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ കൊറോണ വൈറസ് ഈ ദേശത്ത് നിർവീര്യമാകട്ടെ എന്ന് കൽപ്പിക്കുന്നു. കർത്താവിൻ്റെ ശക്തിയല്ല നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളങ്ങി ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധിക്കുന്നു, കർത്താവെ ആരാധിക്കുന്നു, കർത്താവെ ആരാധിക്കുന്നു. യേശുവേ ആരാധന, 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 ആരാധന. കർത്താവിൻ്റെ മുമ്പിൽ ആശീർവാദം സ്വീകരിക്കാനായി മുട്ടുമേ നിൽക്കാം. ഇതാ നിന്റെ ഭവനത്തെ നിന്റെ കർത്താവ് ആശീർവദിക്കുകയാണ്. നിന്റെ ജീവിതത്തെ ആശീർവദിക്കുന്നു. കിടപ്പ് രോഗികളെ കർത്താവ് ആശീർവദിക്കുന്നു. ഭയമുള്ളവരെ ഈശോ ആശീർവദിക്കുന്നു. രോഗത്തിൻ്റെ അസ്വസ്ഥത അനുഭവിക്കുന്നവരെ കർത്താവ് ആശീർവദിക്കുന്നു. നമുക്കൊരു നിമിഷം വലിയ വിശ്വാസത്തിൽ ദൈവമേ ഈ ആശീർവാദത്തിന് നിമിഷങ്ങളിൽ എന്നെ സുഖപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശു നാമത്തിൽ ഇപ്പോൾ സൗഖ്യമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു നാമത്തിൽ പുതിയ അഭിഷേകം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് യേശു നാമത്തിൽ എല്ലാ ഹൃദയങ്ങളിൽ നിന്നും ഭയം നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗപീഠകൾ നീങ്ങിപ്പോകട്ടെ, രോഗപീഠകൾ നീങ്ങിപ്പോകട്ടെ. കിടപ്പ് രോഗികളുടെ മേൽ യേശുവിന് ശക്തി ഇറങ്ങട്ടെ. രോഗത്തെ ഭയപ്പെട്ടിരിക്കുന്നവരുടെ മേൽ യേശുവിന് ശക്തി ഇറങ്ങട്ടെ. കർത്താവ് യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഈ ഭവനം, ഇവിടെ വസിക്കുന്ന എല്ലാ വ്യക്തികളും യേശു നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്തിനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതപ്പം നീ, നിത്യമഹോന്നതപ്പം നീ. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്തിനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതപ്പം നീ, നിത്യമഹോന്നതപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ, നിർമ്മലരാജീവിച്ചിടുവാൻ
ചിന്തണമേ ദിവ്യവരങ്ങൾ. രക്ഷക രക്ഷിക്കണേ, 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 രക്ഷക രക്ഷിക്കണേ. പരിശുദ്ധ പരമദിവികാരണീശോയ്ക്ക്, നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമദിവികാരണീശോയ്ക്ക്, നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവികാരണീശോയ്ക്ക്, നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.